നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവും. രാഷ്ട്രീയം പകവീട്ടാനുള്ളതല്ല. രാഷ്ട്രീയം ഏതെങ്കിലും ആളോട് വിരോധം ഉണ്ടാക്കാൻ. രാഷ്ട്രീയത്തിന് അതിൻ്റെതായ മാനം, അതിൻ്റെതായ പ്രതലമുണ്ട്. അധികാരം എന്നത് ഒരു ശക്തി മാത്രമല്ല, അതൊരു സാന്നിധ്യം കൂടിയാണ്. ചില നേതാക്കൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നത് അവരുടെ നെടുനീളൻ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല, അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കൊണ്ടുകൂടിയാണ്. ദിസ് ഈസ് ലീഡർഷിപ്പ് അൺഫിൽറ്റേഡ്, എ ജേർണി ബിയോണ്ട് പൊളിറ്റിക്സ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരിയായി ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ ശ്രീ ബെന്നി ചേട്ടൻ. ചേട്ടാ, ഒരുപാട് സന്തോഷം. നമ്മളുടെ ഈ ഒരു ഷോ എന്ന് പറയുമ്പോൾ തന്നെ ലീഡർഷിപ്പ് അൺഫിൽറ്റേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അൺഫിൽറ്റേഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ജനങ്ങൾ കാണാത്ത ഒരു മുഖം, അതാണ് നമുക്കിതിലൂടെ വേണ്ടത്. നമ്മളിപ്പം ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ പ്രായത്തിൽ എങ്ങനെയായിരുന്നു ഒരു നേതാവ് എന്ന രീതിയിൽ, എങ്ങനെയായിരുന്നു ആ ഒരു ഇൻഫ്ലുവൻസിങ്ങും ആ ഒരു മാറ്റവും ഒക്കെ? ഞാൻ ആദ്യമായി നിങ്ങളുടെ ഈ പേരിന് തന്നെ ഞാൻ സ്വാഗതം ചെയ്യണം, അൺഫിൽറ്റേഡ്. കാര്യം ഇന്ന് പല നേതാക്കന്മാരും എല്ലാം ഫിൽറ്റർ ചെയ്ത് അവരുടെ പലതും അപ്പോൾ അൺഫിൽറ്റേഡ് ആവുന്നത് സ്വന്തമായി സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ള സന്തോഷം രേഖപ്പെടും. ഞാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ്. എൻ്റെ പിതാവ് വളരെ സജീവ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ രാഷ്ട്രീയക്കാരുടെ ഒരു സംഗമ സ്ഥലമായിരുന്നു. ഒട്ടേറെ ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകൾ. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം, ഞങ്ങളൊക്കെ ജനിച്ചത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമാണ്. അന്ന് മുതൽ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ, നേതാവ് എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടിക്കാലത്ത് തൊട്ട് കാണുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇന്നത്തെ സൗകര്യങ്ങൾ അന്ന് നാട്ടുപ്രദേശത്തില്ല. അതുകൊണ്ട് നേതാക്കന്മാർ വന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നത്, താമസിക്കുന്നത്, അവർ കുളിക്കുന്നത്, അവരെല്ലാം ചെയ്യുന്നത് ഏതെങ്കിലും വീടുകളിലായിരിക്കും. അങ്ങനെ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ കോൺഗ്രസിൻ്റെ സമുന്നതന്മാരായ നേതാക്കന്മാർ, ആ കാലഘട്ടത്തിലെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ, KP മാധവൻ നായരെ പോലെയുള്ള, അതുപോലെ തന്നെ എബ്രാഹിം മാസ്റ്ററെ പോലെയുള്ള, ബാബാ സാഹിബിനെ പോലെയുള്ള, പനമുന്തി ഗോവിന്ദനെ പോലെയുള്ള, ശ്രീ AM തോമസിനെ പോലെയുള്ള ഒട്ടേറെ പ്രഗത്ഭരായ നേതാക്കന്മാരെ ചെറുപ്പത്തിൽ തന്നെ കാണാനും പരിചയപ്പെടാനും അവരുടെ സംസാരങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചോദിക്കണം, ചുറ്റും ചെറുപ്പത്തിൽ ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന്. ചേട്ടനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരുപാട് ആളുകളാണ് ചുറ്റുമുള്ളത്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫാദർ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാദർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അതിനുശേഷം സജീവ രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അധികാരത്തിൻ്റെ പിന്നാലെ പോകാൻ ഫാദർ തയ്യാറായിട്ടില്ല. സ്ഥാനാർത്ഥിയായി പരിഗണിച്ചപ്പോഴും അത് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ലഭിച്ച പെൻഷൻ, അത് എൻ്റെ ഫാദർ പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയത് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. കേന്ദ്ര പെൻഷനും സംസ്ഥാന പെൻഷനും. അന്ന് ശ്രീ പട്ടംതാണുപിള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസ്, അന്ന് കേരളത്തിൽ തിരുവിതാംകൂർ സ്ഥലം സ്റ്റേറ്റ് കോൺഗ്രസ് ആയിരുന്നു. ആ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അന്ന് പെരിയാറിൻ്റെ തീരത്ത് ഗവൺമെൻറ് സ്ഥലം പതിച്ചു കൊടുത്തു. അങ്ങനെ പതിച്ചു കൊടുത്ത ലിസ്റ്റിൽ ഫാദറിൻ്റെ പേരുണ്ടായിരുന്നു. ഫാദർ മറുപടി പറഞ്ഞു, എനിക്ക് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ഞാൻ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ പിതാവ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് വളരെ, എനിക്ക് തോന്നുന്നു അങ്ങനെ എവിടെയും പറയാത്തൊരു സ്റ്റോറി കൂടി ആയിരിക്കും. തീർച്ചയായിട്ടും. ഫാദറിന്റെ പേര് O. തോമസ്. ഓക്കെ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ള അധ്യാപകനാണ്. അന്നത്തെ രാഷ്ട്രീയത്തിൽ അറിയാലോ, അന്ന് ഒരു നാട്ടിൽ പ്രദേശത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള അംഗീകാരവും സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പരിഗണന വെച്ചുകൊണ്ട് ആളുകളെ കാണാൻ ഫാദർ തയ്യാറായിട്ടില്ല. എൻ്റെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഫാദറിനെ ബഹുമാനിച്ചിരുന്നു. ഞാൻ ഇന്നും എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്നത് O. തോമസ് സാറിൻ്റെ മകൻ എന്ന നിലയിലാണ്. ആ O. തോമസ് സാറിൻ്റെ മകൻ എന്ന നിലയിലുള്ള അംഗീകാരം മാത്രമല്ല, എനിക്ക് അതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും, ഞാൻ ആദ്യം 1982 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണ് എൻ്റെ പിതാവ് ഉണ്ടായിരുന്നത്. എൻ്റെ പിതാവ് 83-84 മരിച്ചു. പക്ഷെ അതിനുശേഷം ഞാൻ മത്സരിച്ചിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ നാട്ടിൽ എന്നെ ആളുകൾ വോട്ട് ചെയ്യുന്നത് തോമസ് സാറിൻ്റെ മകൻ എന്ന നിലയിലാണ്. അത്രമാത്രം അംഗീകാരവും സ്വാധീനവും പരിഗണനയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനായി മാറുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളിൽ ഒന്ന്
എൻ്റെ പിതാവ് തന്നെ. പിതാവ് തന്നെയാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു സ്വാഭാവികമായിട്ടും പറയുമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യരുത്, അത്തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പിതാവ് കാണിച്ചു തന്ന മാതൃകയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. എനിക്കതിന് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പിതാവ് മരിച്ചപ്പോൾ 83 ഞാൻ MLA ആയിരുന്നപ്പോഴാണ് മരിച്ചത്. അന്ന് ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാർ എൻ്റെ വീട്ടിൽ വന്നു. പഴയ തലമുറയിൽ KPC പ്രസിഡൻ്റായിരുന്ന ബാബാ സാഹിബ്, അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അതുപോലെ തന്നെ ശ്രീ പോൾ പി മാണി. അപ്പോൾ ബാബാ സാഹിബ് വന്ന് പിതാവിൻ്റെ ഭൗതിക ശരീരം കാണാൻ വന്നു കഴിഞ്ഞിട്ട് പോയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, ഈ കിടക്കുന്ന വ്യക്തി അതായിരിക്കണം നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലൊരു മാതൃക. ചീത്തപ്പേര് പിടിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അത് സാധിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു ഉപദേശം മാത്രമല്ല, മനസ്സിന് കിട്ടിയ ഒരു ആത്മധൈര്യവും ഒരു പ്രവർത്തന ശൈലിയിലേക്ക് നയിച്ച ചില ചിന്തകളുമാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിയുമ്പം നമുക്ക്, കാരണം കാലഘട്ടം മാറി, ഒരുപാട് ആളുകൾ മാറി, രാഷ്ട്രീയം തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, കാരണം ഇന്നത്തെ ജനറേഷനിൽ രാഷ്ട്രീയം, ഞാൻ സത്യത്തിൽ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തനമാകുമെന്ന് ഞാൻ ആദ്യം ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കൃഷിയായിരുന്നു. എൻ്റെ വീടൊരു കാർഷിക കുടുംബമാണ്. അന്ന് എൻ്റെ ഒരു മോഡലായിട്ട് അന്ന് ഞാൻ കണ്ട എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയാണ്. എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് പാടത്ത് പോകാൻ, എനിക്ക് കന്നുപൂട്ടാൻ, എനിക്ക് ഉഴുവാൻ, എനിക്ക് കൃഷിക്കാരോടൊപ്പം നടക്കാനൊക്കെ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാൻ ആഗ്രഹിച്ചത് ഒരുപക്ഷെ ഒരു കൃഷിക്കാരനായി മാറണമെന്നുള്ളതാണ്. എനിക്കൊരു പാഷനായിരുന്നു കൃഷി എന്ന് പറയുന്നത്, ഒരു വലിയൊരു ആവേശമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ തന്നെ KSUവിൻ്റെ പ്രവർത്തനമായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ താലൂക്ക് പ്രസിഡൻ്റായിരുന്നു. ഞാൻ മുരളി സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കോളേജ് ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ സജീവമായി KSU പ്രവർത്തനത്തിലായി. പിന്നെ ഞാൻ KSUവിൻ്റെ താലൂക്ക് പ്രസിഡൻ്റായി, ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡൻ്റായി. പിന്നീട് എൻ്റെ കാരിയർ മുഴുവൻ രാഷ്ട്രീയത്തിലായിരുന്നു. അപ്പം തുടക്കത്തിലുണ്ടായിരുന്ന എൻ്റെ ഒരു കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ പരിപൂർണമായും പൂർണ്ണമായും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയതിനു ശേഷം പിന്നെ ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ഇതിൽ നമ്മൾ പറയാതെ എന്നാൽ പറയേണ്ട ഒരു വ്യക്തിത്വമാണ് അമ്മ എന്ന് പറയുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് അമ്മയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഭർത്താവും രാഷ്ട്രീയത്തിലുണ്ട്. അതെ അതെ അതെ. എൻ്റെ വീട്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും വരാവുന്ന, ആർക്കും ഭക്ഷണം കഴിക്കാവുന്ന സ്ഥലമായിരുന്നു. എൻ്റെ സഹപ്രവർത്തകരായി നിന്നിട്ടുള്ള ഒട്ടേറെ ആളുകൾ, ഞങ്ങളുടെ സമകാലികരായിട്ടുള്ള K. ബാബു, ഡൊമിനിക് പ്രസൻറ്റേഷൻ, വേണുഗോപാൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും, അതിനുശേഷം വന്ന KSUവിൻ്റെ തലമുറ, PT തോമസ്, മുരളി തുടങ്ങിയവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാനും ഏത് സമയത്ത് വരാനും ആര് വന്നാലും എൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കണം. അതെല്ലാം വെച്ച് വിളമ്പുന്നത് എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് മദറും ഒക്കെ ആയിരുന്നു. ഗ്രാൻഡ് മദർ ഉണ്ടാകുന്ന സമയത്തായിരുന്നു. അവർക്കൊന്നും രാഷ്ട്രീയത്തിൽ ഞാൻ പോകുന്നതുകൊണ്ടൊരു എതിർപ്പുണ്ടായിരുന്നില്ല. കാര്യം അവർ കണ്ടതും എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ കാണുന്ന ഈ സാഹചര്യമാണ്. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ റിലേറ്റീവ്സ്, അവർ മാത്രമല്ല എൻ്റെ അയൽവാസികൾ. എൻ്റെ നാട് എനിക്ക് ഇപ്പോഴും വളരെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള നാടാണ്. ഇപ്പോഴും ഞാനവിടെ ചെല്ലുമ്പോൾ, എന്നെ എല്ലാവരും ഇപ്പോഴത്തെ വിളിക്കുന്നത് ബെന്നിച്ചേട്ടാന്ന് വിളിക്കുന്നത്, ഇപ്പോഴും ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. അതുകൊണ്ട് എൻ്റെ വീട്, എൻ്റെ അമ്മ എപ്പോഴും, ഞങ്ങളൊക്കെ കുഞ്ഞമ്മ എന്ന് അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഗ്രാൻഡ് മാതറിൻ്റെ അമ്മ എന്ന് കുഞ്ഞമ്മ എന്നാണ് എൻ്റെ മദറിനെ നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കന്മാർ, ആൻ്റണി ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, വയലാർ രവി ഉൾപ്പെടെ, ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് വരികയും സാധാരണ വന്നിട്ട് പോയിട്ടുള്ളവരാണ്. ഇവരെല്ലാം എൻ്റെ മദറിനെ വിളിച്ച് കുഞ്ഞമ്മ. അപ്പോൾ കുഞ്ഞമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആ നാട്ടിൻ പ്രദേശത്തുള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്ക് പോലും അവരിപ്പോഴും പറയുന്ന കുഞ്ഞമ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞമ്മയുടെ ഒരു വാത്സല്യം വളരെയേറെയായിരുന്നു. രാഷ്ട്രീയത്തിൽ പോകുന്നതിനോ ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിനോ എപ്പോഴും ഞങ്ങളോട് പറയാറുള്ളത് മാന്യമായി ജീവിക്കണം, മാന്യത കാണിക്കണം, സൽപ്പേര് നിലനിർത്തണം എന്നതല്ലാതെ ഒരു കാര്യത്തിനും ഒരു തടസ്സം നിന്നില്ല. അപ്പോൾ വലിയൊരു പ്രേരണയായിരുന്നു, ഒരു ആത്മവിശ്വാസം തന്നെ. അതാണ് എൻ്റെ അമ്മ. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിന് കൂടുതലും ഗ്രാൻഡ് പാരൻസ് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഗ്രാൻഡ് മദർ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ മാതൃകാ പുരുഷൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ഞാൻ ഗ്രാൻഡ് ഫാദറിനോടൊപ്പം പാടുന്നത് അന്ന് ഈ കൃഷിയുടെ ഒരു ആരാധനയുള്ള സമയത്ത് അതായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും ഏതെങ്കിലും പെട്ടെന്ന് മനസ്സിൽ ഉടക്കിയിട്ടുള്ള ഒരു ആളോ വ്യക്തിയോ സന്ദർഭമോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രാഷ്ട്രീയത്തിൽ നമുക്ക് പരിചയപ്പെട്ടവരുണ്ട്, വായിച്ച് പരിചയപ്പെട്ടവരുണ്ട്, അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയവരുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി വ്യക്തികളുണ്ട്. ഇപ്പം എന്നെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ
എനിക്ക് ഏറ്റവും കൂടുതൽ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ, ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്താണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിച്ചത്. നെഹ്റുവിനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വളർന്നു വന്നപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഒരു ദേശീയ നേതാക്കന്മാർ, മഹാത്മാഗാന്ധി സ്വാഭാവികമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ സമീപനം. അപ്പം നെഹ്റുവിനെക്കുറിച്ച് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. നെഹ്റു ആസ് എ റൈറ്റർ, നെഹ്റു ആസ് എ പൊളിറ്റീഷ്യൻ, നെഹ്റു ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. അപ്പം നെഹ്റു ഒരു ഭരണകർത്താവ്, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു റൈറ്റർ എന്ന നിലയിലൊക്കെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹ്റു ആസ് എ പൊളിറ്റീഷ്യനെന്നും നെഹ്റു ആസ് എ അഡ്മിനിസ്ട്രേറ്റർ എന്നതിനെക്കുറിച്ച് പലരും സംസാരിക്കാൻ തയ്യാറായി. നെഹ്റു ആസ് എ റൈറ്റർ എന്ന നിലയിൽ സംസാരിക്കാൻ പലരും തയ്യാറായില്ല. അപ്പോൾ എനിക്കൊന്ന് നെഹ്റു ആസ് എ റൈറ്റർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ നെഹ്റുവിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ, നെഹ്റുവിൻ്റെ പുസ്തകങ്ങൾ, ഒരുപക്ഷെ അന്നത്തെ കുട്ടിക്കാലത്ത് നെഹ്റുവിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ അത് പൂർണ്ണമായും ഗ്രഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും അതൊക്കെ കാണാതിരുന്ന് പഠിച്ച് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ. പിന്നീട് വന്നപ്പോൾ നമുക്കറിയാം, ഞങ്ങളൊക്കെ ഒരു KSU യൂത്ത് കോൺഗ്രസ്സിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ ശ്രീ വയലാർ രവി, ശ്രീ ആൻ്റണി, ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങിയിട്ടുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം, അവരും ഞാനും തമ്മിൽ ഒരു നേതാവ് അനുയായി എന്ന ബന്ധത്തേക്കാൾ ഉപരിയായി ഒരു വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അടുത്ത് നിന്ന് എപ്പോഴും കൂടെ നിന്നിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടി ആയിട്ട് എപ്പോഴും ഉമ്മൻചാണ്ടി എൻ്റെ ഒരു ഇവരെല്ലാവരും ഒരു കുടുംബ അംഗങ്ങളെ പോലെയാണ്. പിന്നീട് വന്ന ഒരു ജനറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്നത്തെ ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയിലുണ്ടായ ആത്മബന്ധത്തിനേക്കാൾ ഉപരിയാണ്. ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് കൂട്ടുകൂടിയവർ, ഒരുമിച്ച് താമസിച്ചവർ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ. ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ എൻ്റെ കാലഘട്ടത്തിൽ KSUവിലൂടെ കടന്നു വന്ന മുഴുവൻ ആളുകളുമായിട്ടും എനിക്ക് വലിയൊരു ആത്മബന്ധം എന്നോട് അവർക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരുമിച്ചിപ്പോൾ എറണാകുളത്താണ്, ഞാൻ യൂത്ത് കോൺഗ്രസ് ഹൗസിലാണ് ഞങ്ങൾ കൂടുതൽ താമസിച്ചത്. അന്ന് ഞാനും ഡൊമിനിക്കും ബാവു, ഞങ്ങൾ 3 പേരുമാണ് ഏത് സമയത്തും. PC ചാക്കോ വന്നിട്ടുണ്ടായിരുന്നു. PC ചാക്കോ. ഞങ്ങളിങ്ങനെ 3-4 പേരാണ് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരുമിച്ച്. രാത്രി എവിടെയൊക്കെ പോയിട്ട് വന്നാലും രാത്രി 12 മണിയാവുന്ന നേരത്താണെങ്കിലും ഞങ്ങളൊക്കെ പരസ്പരം കാത്തിരിക്കും ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കും, ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകും. അങ്ങനെ എല്ലാം അങ്ങനെ നടന്നപ്പോൾ ഇവരൊക്കെ ഒരു ആ ബന്ധം എന്നോട് മാത്രമല്ല എൻ്റെ വീട്ടുകാരോടും ഉണ്ടാകും, എൻ്റെ വീട്ടിലുള്ള ആളുകളുണ്ട്. ഇതിൽ കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട്, കാരണം രാഷ്ട്രീയത്തിൽ വളരെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും. രാഷ്ട്രീയത്തിന് പുറമെ സൗഹൃദ വലയങ്ങൾ എങ്ങനെയാണ്? ഒട്ടേറെ ആളുകളുണ്ട്. രാഷ്ട്രീയത്തിന് പുറമെ ഒട്ടേറെ ആളുകളുണ്ട്. കൂടെ പഠിച്ചവർ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ വെച്ച് പരിചയപ്പെടാൻ കഴിയും. എൻ്റെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു. ഫ്രണ്ട്ഷിപ്പിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു പിന്തുണ മാത്രമല്ല, ഒരു വലിയൊരു ഒരു സഹായം എന്നല്ല എന്ന് പറയേണ്ടത്, അതിനേക്കാൾ അപ്പുറത്തൊരു ധൈര്യം തന്നിട്ടുണ്ട്. അത് വലിയൊരു ശൃംഖല. കേരളത്തിൽ മാത്രമല്ല, ഞാൻ പലപ്പോഴും ആലോചിക്കും, ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ, ആ വ്യക്തി എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ഞാൻ ആഗ്രഹിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യാൻ, ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാൻ, അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തും. ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല കൂട്ടുകെട്ടുകൾ നല്ല മനുഷ്യനെ ഉണ്ടാക്കും. ഒരിക്കലും എനിക്കൊരു കൂട്ടുകൂടി നടന്നതിൻ്റെ പേരിൽ എനിക്കൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. അല്ല, അതുപോലെ തന്നെ ചോദിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. കാരണം മത്സരങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ, ഇപ്പം എല്ലാവരും പറയും നമുക്കൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, ആ ഒരു ടൈം ഉണ്ടാവും എന്നുള്ളത്. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത് ഏത് നിമിഷവും ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഉണ്ടാവുക എന്ന് പറയുമ്പം നമ്മൾ മാത്രമല്ല, ചുറ്റും ആൻസർ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ചുറ്റും ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് ആ ഒരു അപ്സ് ആൻഡ് ഡൗൺ എങ്ങനെയാണ്? സ്വാഭാവികമാണല്ലോ. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഏത് മേഖലയിലാണ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവാൻ നേരത്ത് നമുക്കൊരു മാനസിക ധൈര്യം ഉണ്ടാകണം, നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. സുഖമുണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് എത്രയോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തൃക്കാക്കര MLA ആയിരുന്ന സമയത്ത് ഞാൻ വീണ്ടും അവിടെ മത്സരിക്കുമെന്ന് ഞാൻ മാത്രമല്ല, ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, പാർട്ടി നേതൃത്വം എല്ലാവരും പറഞ്ഞു. വളരെ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ നടത്തി തുടങ്ങിയതാണ്. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചത്. എനിക്ക് തോന്നുന്നത് ആ ഒറ്റ ദിവസം, അന്ന് ശ്രീ PT തോമസാണ് സ്ഥാനാർത്ഥിയായത്. ഞാനാണ് PT തോമസ് എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ഞാൻ ഇറങ്ങുന്നു. ഞാൻ മുൻകൈ എടുത്ത് ഞാൻ എടുത്ത എൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ താക്കോൽ PT തോമസിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ ആ ഓഫീസ് എടുക്കണം. അവിടെയുള്ള എല്ലാ ഫർണിഷിങ്ങും ഞാൻ നടത്തിയിട്ടുണ്ട്.
അവിടെ വേണ്ട എല്ലാ ഫർണിച്ചറും ഞാൻ ഇട്ടിട്ടുണ്ട്, ഫാൻ ഇട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ അതെടുക്കണം, നീ ആ ഓഫീസ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് താക്കോല് കൊണ്ട് പി ടി തോമസിനെ ഏൽപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം തൊട്ട് പി ടി തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചതാണ്. എനിക്ക് അതിനൊന്നൊരു നഷ്ടബോധമോ ഒരു കുറ്റബോധമോ എനിക്ക് തോന്നിയിട്ടില്ല. എത്ര മക്കളാണ്? ഞങ്ങൾ 5 പേരായിരുന്നു. 2 പേര് മരിച്ചുപോയി. എൻ്റെ 2 മൂത്ത പ്രദേശം മരിച്ചുപോയി. ഒരാൾ ചെറുപ്പത്തിൽ മരിച്ചു, പുള്ളിക്ക് ഹൈപ്പോഗ്ലൈസീമിയ ആയിരുന്നു, ലോ ഷുഗർ. വേറൊരു ചേട്ടൻ 70-ാമത്തെ വയസ്സിൽ മരിച്ചു. പിന്നെ ഇപ്പം എൻ്റെ മൂത്തൊരാളുണ്ട്, പിന്നെ സിസ്റ്ററുണ്ട്. അവരൊക്കെ ഓൾറെഡി നാട്ടിൽ തന്നെയാണ്? അവർ നാട്ടിൽ തന്നെയാണ്. എൻ്റെ എല്ലാ പ്രദേശത്തിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ പോലെ മുകളിലേക്ക് അത്രയും ഒന്നും വന്നിട്ടില്ല. നിയോജകമണ്ഡലം ജില്ലാ തലത്തിൽ ഒരു ബ്രദർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കിയായിരുന്നു അവരിതിന് മുമ്പ്. മത്സരങ്ങൾ എങ്ങനെയാണ്? കാരണം നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് എതിർ പാർട്ടികളും എല്ലാവരും ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ടും മത്സരങ്ങൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ടീം സ്പിരിറ്റോട് കൂടി എടുത്താൽ മതി. എനിക്കെതിരെ മത്സരിച്ച ഒരാളുമായിട്ടും എനിക്കൊരു വ്യക്തിവിരോധമില്ല, ഇപ്പോഴുമില്ല. ഞാൻ ആദ്യം മത്സരിച്ച് പാർലമെന്റിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോൾ എനിക്കെതിരെ സ്ഥാനാർത്ഥിയായത് എന്നൊരു കർത്താവ് സാറുണ്ടായിരുന്നു. ഹി വാസ് എ കോളേജ് പ്രിൻസിപ്പൽ ദാറ്റായി, ഐരാവരം കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹവും തമ്മിൽ മത്സരിച്ചു. അദ്ദേഹവും ഞാൻ നല്ലൊരു ഒരു സൗഹാർദ്ദ മത്സരമായിരുന്നു. എല്ലാ വർഷവും ഞാൻ ഈ ഐരാവരം കോളേജിൽ എനിക്ക് കോളേജ് അഡ്മിഷൻ വരാൻ നിർത്തിയാൽ സീറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ MLA ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനഃപൂർവ്വം അല്ലെങ്കിൽ സീറ്റ് ചോദിക്കാൻ ഞാൻ താമസിച്ചു പോയി. അപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചു, എനിക്കെതിരായിട്ട് മത്സരിച്ചു. എടാ നിന്റെ 2 സീറ്റ് കൂടെ എടുത്ത് വെച്ചിട്ട് നീ എനിക്കെതിരെ മത്സരിച്ചുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വരാത്തതെന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് സീറ്റ്. അതിനുശേഷം ഞാൻ മത്സരിച്ചത് പല ആളുമായിട്ട് ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. ചില മത്സരത്തിൽ ഞാൻ തോറ്റിട്ടുണ്ട്. ഞാൻ ആദ്യം ഇടുക്കി മത്സരിച്ചപ്പോൾ ഫ്രാൻസിസ് ജോർജായിരുന്നു എനിക്കെതിരായി മത്സരിച്ചത്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ രാജു എന്നാണ് വിളിക്കുന്നത്. ഞാനുമായിട്ട് വലിയ സൗഹാർദ്ദമായിരുന്നു. ഇപ്പം എൻ്റെ സഹപ്രവർത്തകനാണ് അദ്ദേഹം. പിന്നെ ഒരു അസൈനാർ എന്ന് പറഞ്ഞാലാണ് തൃക്കാക്കര മത്സരിച്ചപ്പോൾ എനിക്കെതിരായിട്ടുള്ളത്. അസൈനാരും മാർക്സിസ്റ്റ് പാർട്ടിയാണ്, വളരെ സൗഹാർദ്ദപരമായിരുന്നു. ഇവിടെ പക്ഷേ രവീന്ദ്രനാഥാണ്. എൻ്റെ നേരത്തെ തൊട്ട് സുഹൃത്താണ് രവീന്ദ്രനാഥ്. ഇപ്പോഴും ആ സ്നേഹബന്ധം ഞങ്ങൾ പുതുക്കുന്നുണ്ട്. പിന്നെ ഇന്നസെൻ്റുമായിട്ട് മത്സരിച്ചു. ഇന്നസെൻ്റ് മത്സരത്തിന് ശേഷം പിന്നെ ഇന്നസെൻ്റ് അത്ര പൊതുവേദിയിൽ കാണാറുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു, എന്നെയും വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ അവസാനം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്, പിന്നെ മരിച്ചതിന് ശേഷമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോകുന്നത്. നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവും. രാഷ്ട്രീയം പക വീട്ടാനുള്ളതല്ല, രാഷ്ട്രീയം ഏതെങ്കിലും ആളോട് വിരോധം ഉണ്ടാക്കാനല്ല. രാഷ്ട്രീയത്തിന് അതിൻ്റേതായ മാനം, അതിൻ്റേതായ പ്രതലമുണ്ട്. അതും പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുമ്പോൾ അതിന് ഒരു സൗഹാർദ്ദമുണ്ടാകണം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദത്തിൽ നമ്മൾ പ്രവർത്തിച്ചു പോയാൽ നമുക്കൊരു വിരോധമില്ല. എസ്പെഷ്യലി രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരടുത്ത് ചേട്ടൻ മനസ്സിലായി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ. രാഷ്ട്രീയത്തിൽ ഒന്നും വ്യക്തിപരമായി വിരോധം പാടില്ല. നമ്മൾ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ വ്യക്തിപരമായി ആരെങ്കിലും തേജോവധം ചെയ്യാനോ പോകുന്നു. രാഷ്ട്രീയത്തിൻ്റെ തലത്തിൽ പോകണം, വ്യക്തിബന്ധം വ്യക്തിബന്ധത്തിൻ്റെ തലത്തിൽ പോകണം. അപ്പോഴേ രാഷ്ട്രീയത്തിന് ഒരു നല്ലൊരു കെമിസ്ട്രി ഉണ്ടാവുള്ളൂ, ഒരു സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ. എവിടെയാണോ രാഷ്ട്രീയത്തിൽ സൗഹാർദ്ദം നഷ്ടപ്പെടുന്നത് അവിടെയെല്ലാം അസ്വസ്ഥതയാണ്, അവിടെയെല്ലാം വിരോധമാണ്. ആ വിരോധം പൊതുവായ രാഷ്ട്രീയത്തിന് സഹായം ചെയ്യുക. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ, കാരണം പല സ്ഥലങ്ങളിലും ചേട്ടൻ പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ പുതിയ ജനറേഷൻ ആളുകളുണ്ടാവും. അവരെ കാണുമ്പോൾ അവരെങ്ങനെയാണ് പുതിയ ജനറേഷന് പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്, പുതിയ ജനറേഷൻ പലതിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ജനറേഷനെ മാത്രം കുറ്റം ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തും അന്ന് നിലവിലുണ്ടായിരുന്ന പഴയ ജനറേഷനുമായിട്ട് പല കാര്യത്തിലും നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബേസിക്കായി ഒരു കാഴ്ചപ്പാടുണ്ടാകും. ആ ബേസിക് കാഴ്ചപ്പാട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനാകുമ്പോൾ നമുക്കൊരു ബേസിക്കായിട്ട് കാഴ്ചപ്പാടുണ്ടാവണം. ഇപ്പം രാഷ്ട്രീയത്തോട് വിരക്തി കാണിക്കുന്ന ആളുകളെ എന്തുകൊണ്ടാണ് അവർ വിരക്തി കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെ രാഷ്ട്രീയം കൂടി ഉൾക്കൊള്ളാനുള്ള അവബോധം അവരുണ്ടാക്കണം. രാഷ്ട്രീയം ഒരിക്കലും തെറ്റല്ല, രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. അരാഷ്ട്രീയവാദം സമൂഹത്തിന് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല. അരാഷ്ട്രീയവാദം ഉണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ പുതിയ തലമുറ അരാഷ്ട്രീയവാദത്തിലേക്ക് നീങ്ങുന്നതിൽ ഞങ്ങളൊക്കെ ദുഃഖിതരാണ്. അപ്പോൾ ആ രാഷ്ട്രീയവാദത്തിലേക്ക് മാറുന്ന പുതിയ തലമുറയെ ചരിത്രം മനസ്സിലാക്കി അവരെ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കണം. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുമ്പോൾ എന്താ വേണ്ടത്? അതിന് അവർക്ക് മാതൃകയായി കാണേണ്ട വ്യക്തികളുണ്ടാകണം, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രവർത്തന ശൈലികൾ ഉണ്ടാകണം.
അപ്പം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ നോക്കേണ്ടത് പുതിയ തലമുറയെ ആകർഷിക്കത്തക്ക തലത്തിലുള്ള മാതൃകാ പുരുഷന്മാരായി മാറാനും പുതിയ തലമുറയെ ആകർഷിക്കത്തക്ക തരത്തിലുള്ള പ്രവർത്തന ശൈലിക്ക് കൊടുക്കണം. അതിൻ്റെ ഉദാഹരണമാണ് ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ. ഉമ്മൻചാണ്ടി പഴയ തലമുറയിൽപ്പെട്ട ആളായിരുന്നു. പക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഇഷ്ടപ്പെട്ട നേതാവ് ആരായിരുന്നു? ഒന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു. ചെറുപ്പക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും ഉമ്മൻചാണ്ടി എവിടെ ചെന്നാലും ചെറുപ്പക്കാർക്ക് ഒരു വലയം ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം അരാഷ്ട്രീയവാദികളായ ചെറുപ്പക്കാർ പോലും ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ സമീപനം. ഉമ്മൻചാണ്ടി ഞങ്ങളെ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ്. അഹങ്കാരം പാടില്ല. അതാണ് ഉമ്മൻചാണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഉമ്മൻചാണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, നമ്മളുടെ പ്രവർത്തനമാണ്, നമ്മുടെ ശൈലിയാണ്, നമ്മുടെ സമീപനമാണ്, നമ്മുടെ ഭാഷയാണ്, നമ്മുടെ ബോഡി ലാംഗ്വേജാണ്. ഇപ്പോൾ ഭാഷയെപ്പോലെ തന്നെ ബോഡി ലാംഗ്വേജിനും പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളെപ്പോലെയുള്ള മീഡിയക്കാരുടെ മുന്നിലാണ് പലപ്പോഴും രാഷ്ട്രീയക്കാർ സംസാരിക്കാൻ വരുന്നത്. അപ്പം അവൻ്റെ മുഖത്തും അവൻ്റെ ശരീരത്തിലും ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും പ്രേക്ഷകർ വിലയിരുത്തും. ആ ചലനങ്ങളിലൂടെയാണ് സംസാരിക്കുന്ന നാവിൻ്റെ വരുന്നതിനേക്കാൾ കൂടുതൽ അവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നാണ് ആളുകൾ ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത്. പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇന്ന് നേരിടേണ്ടി വരുന്ന ഒരു അവമതിപ്പ് അവരുടെ ബോഡി ലാംഗ്വേജിലൂടെയാണ്. ബോഡി ലാംഗ്വേജ് നന്നാവണം. ഇതെല്ലാം ഒരു പൊതുപ്രവർത്തകൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചേട്ടനെ സംബന്ധിച്ച് അങ്ങനെ ഡിസിഷനെ കൺവേ ചെയ്യാനായിട്ട് നല്ലൊരു വോയിസ് ഉണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ബെന്നിച്ചേട്ടൻ്റെ വോയിസ് ആണ്. കാരണം നിക്കടാ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. എങ്ങനെയാണ് ആ ഒരു ശബ്ദം? ഒരു അനുഗ്രഹമാണ്. ശബ്ദം കൊണ്ട് മാത്രം പിടിച്ചിരിക്കാൻ പറ്റില്ല. ശബ്ദം കൊണ്ട് മാത്രം പിടിച്ചിരിക്കും എൻ്റെ പാട്ട് പാടാനോ ഒക്കെ പോയി വരും കേട്ടോ. അതുകൊണ്ട് എന്നോട് പലരും പറഞ്ഞു എൻ്റെ ശബ്ദത്തെ കുറിച്ചിട്ട്. എന്നോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഗായകനായി മാറാത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് മറുപടിയില്ല. എൻ്റെ ശബ്ദം എനിക്ക് സ്വതവേ എൻ്റെ ജന്മനാ കിട്ടിയിരിക്കുന്ന ഒന്നാണ്. എൻ്റെ വീട്ടിലുള്ള പല ആളുകൾക്കും എൻ്റെ പ്രദേശത്തുമൊക്കെ ഇതുപോലെ ഒരു ബ്ലാസ്റ്റുള്ള സൗണ്ടാണ്. രാഷ്ട്രീയം ഒക്കെ മാറ്റി നിർത്തി. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷിക്കാരനാവണം എന്നാണ് ആഗ്രഹം. അതല്ലാതെ കല അല്ലെങ്കിൽ സ്പോർട്സ് അത്തരത്തിൽ ഏതിലാണ് ഉണ്ടായിരുന്നു? ഞാൻ കോളേജ് ടീം ഫുട്ബോൾ പ്ലെയറായിരുന്നു. ഞങ്ങളൊക്കെ അന്നത്തെ നമുക്കറിയാലോ, ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും നമുക്കില്ല. ഇതിനകത്ത് സ്കൂളിൽ പഠിച്ചപ്പോൾ നാടകം അഭിനയിക്കുമായിരുന്നു. ഞങ്ങൾ പ്രസംഗ മത്സരത്തിൽ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കലാമത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് നാട്ടിലുണ്ടായിരുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോളാണ്. സ്കൂളിൽ പഠിച്ചപ്പോൾ വോളിബോൾ കളിക്കും, ബാഡ്മിൻ്റൺ കളിക്കും, ഇതൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കായികം എന്ന് പറയുന്നത് ഫുട്ബോളായിരുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാണുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? സാധാരണ ലോക ഫുട്ബോൾ വരുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ടീമിന്റെ കൂടെ ആദ്യം ഞാനങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ബ്രസീൽ, അതുപോലെ തന്നെ അർജന്റീന തുടങ്ങിയിട്ടുള്ള ടീമുകൾ. അത് കാരണമുണ്ട്. കാര്യം നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ അന്ന് കളി കാണാൻ പറ്റിയിട്ടില്ല. അന്ന് പത്രങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ നമുക്ക് പിലയൊക്കെ ആയിരുന്നു അന്നത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി. അങ്ങനെ ബ്രസീലിനോട് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു താല്പര്യമുണ്ട്. പിന്നീട് ഇപ്പോൾ നമ്മൾ കളി കണ്ടുകൊണ്ടാണ് വിലയിരുത്തുന്നത്. പണ്ട് നമ്മൾ കേട്ടുകൊണ്ടാണ് വിലയിരുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കളി കാണുന്നു. കളി കാണാൻ നേരത്ത് ഫുട്ബോളിൻ്റെയും കുറച്ചുകൂടെ സ്പീഡി ഗെയിമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ. അപ്പോൾ എല്ലാ ടീമുകളും നല്ല ടീമുകൾ. അന്ധമായി ഇന്നൊരു ടീം അല്ലെങ്കിൽ ഇന്നൊരു കളിക്കാരെന്ന് പറയാനില്ല. ഇഷ്ടപ്പെട്ട കളിക്കാരുണ്ട്. ഇഷ്ടപ്പെട്ട കളിക്കാരിൽ ഒന്നാണ് റൊണാൾഡോ. എനിക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ആരാധന പറ്റില്ല. പക്ഷേ ഞാൻ റൊണാൾഡോയുടെ ഒരു ഫുട്ബോൾ താരമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ടീമിന് പലപ്പോഴും ഇത് വാങ്ങാൻ കിട്ടിയിരുന്നു. ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൊണാൾഡോയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കോൺഫിഡൻസ് എന്നുള്ളത്. ടെക്നോളജി, കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരെയും പെട്ടെന്നുള്ളത്. ഞാൻ അങ്ങനെ വലിയൊരു ടെക്നോളജിയുടെ ആളല്ല. ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഞാനായിട്ട് അങ്ങനെ, പക്ഷേ ഒരു ടീം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും എനിക്ക് വലിയ ക്രൈസ് ഇല്ല. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ വളരെ വലുതാണ്. പക്ഷെ സോഷ്യൽ മീഡിയ മാത്രമാണ് എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇപ്പം ഞാൻ എന്ന് പറയുന്നു, ഇപ്പം നമ്മുടെ കുട്ടികളുടെ മുന്നിൽ എന്താ വന്നിരിക്കുന്നത്? കുട്ടികൾ അവർ മുഴുവൻ ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് വലിയ അപകടമാണ്. അവർക്കൊരു മൊബൈൽ ഫോൺ കിട്ടിയാൽ, കാര്യം മൊബൈൽ ഫോൺ വലിയൊരു വേൾഡാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രമായിട്ടിരിക്കുന്ന ഒരു ലോകമുണ്ട്. അത് വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പം എന്ത് വരുന്നു? സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നു. ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകും. ബന്ധങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫാമിലി ബന്ധം, സാമൂഹ്യ ബന്ധം എല്ലാം വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ നിന്നൊക്കെയുള്ള ഒരു വഴിമാറി പോകുന്നുണ്ട് ഈ പുതിയ ഒരു ക്രൈസ്. അത് സമൂഹത്തിന് അപകടമാണ്. അപ്പം എന്ത് പറ്റുന്നു? നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ വേൾഡിൽ നമ്മളിരിക്കുക. ഇപ്പം നമുക്കറിയാമോ, ഇൻ്റർനെറ്റ്
ഇപ്പോൾ AI കാലഘട്ടമാണ്, അതിന് പ്ലസും മൈനസും ഉണ്ട്. അതെ. നമ്മുടെ കയ്യിൽ ഒരു ടെലിഫോൺ ഉണ്ടായാൽ ആ ടെലിഫോണിന് രണ്ട് ലോകമുണ്ട്. കാണേണ്ടതും കാണാത്തതുമായ ലോകമുണ്ട്. കാണേണ്ടത് കാണാമുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. വിദ്യാഭ്യാസം അറിവ് തേടാൻ വേണ്ടി മാത്രമുള്ളതല്ല. വിദ്യാഭ്യാസത്തിനോടൊപ്പം നമുക്കുണ്ടാകേണ്ടതാണ് തിരിച്ചറിവ്. അറിവും തിരിച്ചറിവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തി പൂർണ്ണതയിലെത്തുകയുള്ളൂ. അറിവ് നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടും. തിരിച്ചറിവ് നമുക്ക് സാമൂഹ്യ ബന്ധങ്ങളിലൂടെയും ചുറ്റുപാടുകളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സുഖത്ത് വലയത്തിൽ നിന്ന് കിട്ടുന്നു. ആ തിരിച്ചറിവ് കൂടി മനുഷ്യനുണ്ടെങ്കിൽ നമ്മുടെ അപകടത്തിൽ പോകും. അപ്പോൾ അറിവിനോടൊപ്പം തിരിച്ചറിവുണ്ടാകണം. ഇനി ഈ ഫാമിലിയെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചില്ല. ഫാമിലി, എൻ്റെ വൈഫും 2 കുട്ടികളുമാണ്. എൻ്റെ ഫാമിലിയിലും എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. എൻ്റെ മകൻ, എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത മകൻ, മറ്റൊരു മോളാണ്. മകൻ ബൈ ബർത്ത് ഹീസ് എ ഡഫ് ബോയ്. പക്ഷെ അവനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവനിവിടെ ഉണ്ടായിരുന്നു. അവനിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പം അവനിവിടെയല്ല താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ അവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഡഫ് ഗേളിനെയാണ്. 2 കുട്ടികൾ, 2 പെൺകുട്ടികൾ. അവരൊക്കെ വളരെ നോർമലായിട്ടുള്ള കുട്ടികളാണ്. ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാളിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അവർ വളരെ ടോക്കറ്റീവാണ് അവർ രണ്ടുപേരും. ഞങ്ങൾ ചെറുപ്പത്തിൽ അത് പഠിപ്പിച്ചതാണ്. പിന്നെ മകന് അവൻ സ്വന്തമായി കാർ ഡ്രൈവ് ചെയ്യും, സ്വന്തമായി വിദേശത്ത് പോകുന്നുണ്ട്, സ്വന്തമായി എല്ലായിടത്തും പോകും. കഴിഞ്ഞ ദിവസം തന്നെ അവന് മാരത്തോൺ ഓട്ടത്തിന് വേണ്ടി അവൻ ട്രിവാൻഡ്രത്തിന് പോയി. ഞങ്ങളിപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോയപ്പോൾ ഞങ്ങൾക്കൊരു ഒരു 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 അവന് വെളുപ്പിനെ ഇവിടുന്ന് കാറെടുത്ത് പോയി അവിടെ ചെന്ന് വീടെടുത്ത് റൂമെടുത്ത് താമസിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വൈഫും കൂടി അവനോട് ചോദിച്ചു, അവനെ നീ ഒറ്റയ്ക്ക് പോകണമെന്ന് വെച്ചപ്പോൾ അവൻ തന്നൊരു മറുപടിയുണ്ട്. അത് അവൻ്റെ ഒരു കോൺഫിഡൻസാണ്. ഞാൻ നിങ്ങളുടെ കുട്ടിയായിരിക്കും, പക്ഷെ ഞാൻ 2 കുട്ടികളുടെ അച്ഛനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അത്ര എന്നെ ഒരു ബുദ്ധിമുട്ട് തന്നെ അന്വേഷിക്കേണ്ടതല്ല. ഒരു കോൺഫിഡൻസ്. അപ്പം ഞങ്ങൾക്ക് മകനൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിന് എൻ്റെ വൈഫ് അതിനകത്ത് വലിയ പങ്കുവച്ചിട്ടുണ്ട്. കാര്യം ആദ്യം കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി ഡഫാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൈഫിൻ്റെ ജീവിതം മുഴുവൻ അവനെ പഠിപ്പിക്കുന്നില്ലായിരുന്നു. അവൻ പഠിച്ച് അവൻ ജോലി കിട്ടുന്നവരെയും ഒരു നിഴല് പോലെ വൈഫ് അവൻ്റെ പുറകെ നടന്നു. അതാണ് അത്രയും ഒരു സൗഭാഗ്യം അവനുണ്ടായത്. കൊച്ചുമക്കളൊക്കെ സ്വാഭാവികമായിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയുന്നു, ഗ്രാൻഡ് ചൈൽഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ചങ്ങലയില്ലാതെ കെട്ടിയിടുന്നവരാണ്. അതൊരു പ്രകൃതിയുടെ ഒരു വലിയൊരു ഒരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ അവരോടായിരിക്കും ഏറ്റവും കൂടുതൽ. ഇപ്പം മക്കൾ പരാതി പറയും, ഞങ്ങളോട് ഇത്ര കാണിച്ചിട്ടുണ്ട്. അത് എൻ്റെ മാത്രമല്ല, എല്ലാവർക്കും. ഞങ്ങളിവിടെ അവിടെ താമസിക്കുന്നത് മോനും വൈഫും കുട്ടികളും താമസിക്കുന്ന തൃക്കാക്കരയാണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് വരും. കാരണം അവരുടെ മുന്നിൽ നമ്മൾ അടിയറ പറയും. അവരുടെ പേരുകൾ യുവ ഫ്രയ. എന്റെ മക്കളുടെ പേര് വേണു വീണ. ഓക്കെ. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസിഷൻ എന്ന് പറയുന്നത് അതൊരു പവർഫുൾ കാര്യമാണ്. അത് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ഒപ്പം തന്നെ അത് നടപ്പിലാക്കാൻ? ഡിസിഷൻ എടുക്കാൻ നേരത്ത് നമുക്ക് പല സ്ഥലങ്ങളിൽ ആലോചിക്കണം. ഒന്ന്, നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൻ്റെ പ്ലസും മൈനസും നമ്മൾ ആലോചിക്കണം. 2, അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. അത് വലിയ കാര്യമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എപ്പോഴും വേണ്ട അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മളുടെ തീരുമാനം എടുക്കാൻ മറ്റുള്ളവർ അതെങ്ങനെ കാണും, അത് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം. പിന്നെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമുക്ക് വിശ്വാസമുള്ള ആളുകളുമായിട്ട് ഒരു വളരെ ക്രൂഷ്യൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ടൊന്ന് ആശയം നടത്തും. പക്ഷെ തീരുമാനം അവസാനം നമുക്ക് എടുക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന പല തീരുമാനങ്ങളും എടുത്തപ്പോഴും തീരുമാനം കൂടുതലെടുക്കേണ്ടത് ഇപ്പോൾ നമുക്കൊരു സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോഴല്ലോ നമുക്ക് തീരുമാനം കൂടുതലെടുക്കാം. അതിന് സ്ഥാനമാനങ്ങൾ കിട്ടും. സ്ഥാനമാനങ്ങൾ ഇല്ലാതാകുമ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴുമാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ തീരുമാനമെടുക്കേണ്ട അവസരം നമ്മൾ പലരുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു വിലയിരുത്തൽ നടത്തണം. ഏത് തീരുമാനം ആരെടുത്താലും അത് ശരിയുണ്ടാകും, തെറ്റുണ്ടാകും. പക്ഷെ നമ്മളെടുക്കുന്ന തീരുമാനം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കഴിയുന്നതും ന്യായീകരിക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷിക്ക് ബോധ്യമുള്ളപ്പോൾ നമ്മൾ തീരുമാനം. പക്ഷെ അത് കൺവിൻസ് ചെയ്യാൻ എങ്ങനെയാണ്? കാരണം അപ്പുറത്തെ ആളെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നൊരു അതാ തീരുമാനത്തിലൂടെയാണല്ലോ ഒന്ന് കൺവിൻസ് ചെയ്യുന്നത്. ആ തീരുമാനത്തിന്റെ റിയാക്ഷൻ വരുമ്പോഴാണ് അവർ കൺവിൻസ് വരുന്നത്. ഓക്കെ. നിരവധി കാര്യങ്ങൾ ഇപ്പം ചേട്ടനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലും നിരവധി കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും ഇല്ലാത്ത നല്ല നിമിഷങ്ങളോ ഓർത്തെടുക്കാൻ പറ്റിയ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ തന്നിട്ടുള്ള വളരെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റോ? പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റല്ല. ഞാൻ സത്യത്തിൽ ഞാനിങ്ങനെ ഈ ഉമ്മൻചാണ്ടിയുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ ഉമ്മൻചാണ്ടി കൂടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ജർമ്മനി പോയപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
താൻ എൻ്റെ കൂടെ ഉണ്ടാവണോട്ടൊന്ന്. അപ്പം ഞാനാണ് ഉമ്മൻചാണ്ടിയുടെ കൂടെ ജർമ്മനി പോയത്. അവിടെ ചെന്നപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി എന്തെങ്കിലും വരുമ്പോൾ എപ്പോഴും എന്നെ അന്വേഷിച്ചു. ഉമ്മൻചാണ്ടി മരിച്ച സമയത്തും ഉമ്മൻചാണ്ടിയുടെ കൂടെ ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഉമ്മൻചാണ്ടിയുടെ ഈ ഫ്യൂണറിൻ്റെ സമയത്ത് കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇത്രയും വലിയൊരു ഒരു വലിയ വ്യക്തിയുമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി വ്യക്തികളിൽ ഒരാളാണെന്ന് എനിക്ക് തന്നെ എന്നെ കുറിച്ച് അഭിമാനം തോന്നി. ഞാനത് പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഉടനീളം നമ്മുടെ ഈ ഒരു സംസാരത്തിൽ പിതാവ് എന്നത് വളരെ വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പം ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബെന്നിച്ചേട്ടൻ ആളുകൾ എങ്ങനെ വിലയിരുത്തണം, അല്ലെങ്കിൽ എങ്ങനെ കാണണം, എങ്ങനെ ഓർമ്മിക്കണം? എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഞാൻ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കി ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കുറ്റക്കാരനായി അല്ലെങ്കിൽ ഒരു കുഴപ്പക്കാരനായി മാറരുത് എന്നൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഒരു അപവാദങ്ങളിലേക്ക് എന്നെ ഞാൻ ചാടരുതെന്ന് ആഗ്രഹിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമല്ലോ. നമുക്കൊരു ഈ ഇക്കണോമിക്സ് തന്നെയല്ലോ, ദ എൻഡ്സ് ആർ അൺലിമിറ്റഡ്, ദ മീൻസ് ടു സാറ്റിസ്ഫൈ എൻഡ്സ് ആർ ലിമിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് പരിമിതിപ്പെടുത്തണം. ആഗ്രഹങ്ങളുടെ പിന്നാലെയല്ല പോകേണ്ടത്, യാഥാർത്ഥ്യങ്ങളുടെ പിന്നാലെ പോകണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംതൃപ്തി ഉണ്ടാവും. എന്താണെങ്കിലും ഒരുപാട് നന്ദി ചേട്ടാ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കട്ടെ. താങ്ക് യു.